തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങൾ വലിയ വലിയ ട്വിസ്റ്റുകൾക്കും ഞെട്ടലുകൾക്കും തകർച്ചയ്ക്കും ഒക്കെ വഴിവെക്കാറുണ്ട്. ചിലപ്പോൾ ഒരു പാർട്ടി തന്നെ ഇല്ലാതാകാനും ഒരു പുതിയ പാർട്ടി ജനിക്കാനും ഈ സമയം മതി. കാലുവാരലുകളും കൂറുമാറ്റങ്ങളും സർവ്വസാധാരണമാകുമ്പോൾ രണ്ട് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് ആശ്വാസമാവുകയാണ്. ഈ രണ്ട് സംസ്ഥാനങ്ങളുടെയും പ്രത്യേകത സ്വപ്നം കാണുന്ന മൂന്നാം ഭരണത്തിന്റെ ചവിട്ടി മെതിച്ചുകൊണ്ടാണ് കോൺഗ്രസ് വിജയത്തേരിലെ ഏറാൻ പോകുന്നത് എന്നതാണ്. ആദ്യത്തേത് കേരളമാണ്. CPM-ന്റെ ഉൾപാർട്ടി പോരും കനത്തപ്പോൾ PK ശശിയും ആയിഷ പോറ്റിയും പോലെയുള്ള പ്രമുഖ നിര കോൺഗ്രസിനൊപ്പം നിന്നു. അതിലും ഗംഭീര ട്വിസ്റ്റിന് നടക്കുന്നത് ആസാമിലാണ്. ഹാട്രിക് വിജയം സ്വപ്നം കാണുന്ന BJP സർക്കാരിന്റെ നെഞ്ചത്ത് വെടിവെച്ചുകൊണ്ടാണ് നേതാക്കൾ കൂട്ടത്തോടെ കോൺഗ്രസിൽ ചേരുന്നത്. തുടർച്ചയായിട്ടുള്ള മൂന്നാം വിജയം സ്വപ്നം കണ്ട് ആസാമിൽ തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങുന്ന BJP ഇന്ന് സമാനതകളില്ലാത്ത പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഭരണ തുടർച്ചയുടെ അവകാശവാദങ്ങൾ മുഴക്കുമ്പോഴും പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങളും വിമത നീക്കങ്ങളും NDA ക്യാമ്പുകളുടെ ഉറക്കം കെടുത്തുകയാണ്. സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതോടെ ആസാം BJP-യിലുണ്ടായ വിള്ളലുകൾ കേവലം ഒറ്റപ്പെട്ട സംഭവമല്ല, മറിച്ച് പാർട്ടിയുടെ അടിത്തറ ഇളക്കുന്ന തരത്തിലുള്ള പൊട്ടിത്തെറികളാണ്. കാലങ്ങളായി പാർട്ടിക്കൊപ്പം നിന്ന മുതിർന്ന നേതാക്കളെ തഴഞ്ഞുകൊണ്ട് മറ്റ് പാർട്ടികളിൽ നിന്നും വന്നവർക്ക് ചുവപ്പ് പരവതാനി വിരിക്കുന്ന നേതൃത്വത്തിന്റെ നിലപാട് അണികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായി. BJP-ക്ക് കടുത്ത വെല്ലുവിളിയായി ഉൾപാർട്ടി തർക്കങ്ങളും വിമത നീക്കങ്ങളും അരങ്ങേറുമ്പോൾ അപ്പുറത്ത് കോൺഗ്രസിൽ വലിയ പ്രതീക്ഷയാണുള്ളത്. ഏപ്രിൽ 9 നടക്കുന്ന വോട്ടെടുപ്പിന് മുന്നോടിയായിട്ട് സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതോടെ സീറ്റ് ലഭിക്കാത്ത പ്രമുഖ നേതാക്കൾ പാർട്ടി വിട്ടതും സ്വതന്ത്രരായിട്ട് മത്സരിക്കുക എന്നതും NDA ക്യാമ്പുകളിൽ ആശങ്ക ഉണ്ടാക്കുകയാണ്. ഇതിനു പുറമെ സഖ്യകക്ഷിയായ ആസാം ഗണപരിഷത്തുമായിട്ട് ധാരണയിലെത്താൻ കഴിയാത്ത സീറ്റുകളിൽ സൗഹൃദ മത്സരം നടക്കുന്നത് വോട്ടുകൾ ഭിന്നിപ്പിക്കാനും പ്രതിപക്ഷമായ കോൺഗ്രസിന് ഗുണകരമാകുവാനും സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തൽ. ഹിമന്ത ബിശ്വ ശർമ്മ സർക്കാരിലെ മന്ത്രിയും സിറ്റിംഗ് MLA-യുമായ നന്ദിത ഗർലോസയ്ക്ക് ഇത്തവണ സീറ്റ് നിഷേധിച്ചത് പാർട്ടിയെ ഞെട്ടിച്ചു കളഞ്ഞു. ഇതോടെ BJP വിട്ട് അവർ കോൺഗ്രസിൽ ചേരുകയും കഴിഞ്ഞ തവണ വിജയിച്ച ഹാംഫ്ലോങ്ങിൽ നിന്നും തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയും ചെയ്യുന്നു. സമാനമായ രീതിയിൽ കാട്ടിഗോറയിലെ മുൻ BJP MLA അമർചന്ദ് ജെയിനും കോൺഗ്രസിൽ ചേർന്ന് അവിടെ തന്നെ ജനവിധി തേടുന്നു. BJP സംസ്ഥാന മുൻ വൈസ് പ്രസിഡന്റ് ജയന്തകുമാർ ദാസ് പാർട്ടി വിട്ട് ദിസ്പൂരിൽ സ്വതന്ത്രമായിട്ട് മത്സരിക്കുക എന്നത് BJP-ക്ക് തലവേദന ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ കോൺഗ്രസിൽ നിന്നുമെത്തിയ പ്രത്യുത് ബോഡ്ലോയെയാണ് BJP രംഗത്ത് ഇറക്കുന്നത്. മുതിർന്ന നേതാക്കളായ മുൻ സംസ്ഥാന അധ്യക്ഷൻ സിദ്ധാർത്ഥ ഭട്ടാചാര്യ, 5 തവണ MLA ആയ അതുൽ ബോറെ എന്നിവരും ഇത്തവണ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. മുതിർന്ന നേതാക്കളുടെയും അവരുടെ അനുയായികളുടെയും അമർഷം തെരഞ്ഞെടുപ്പിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കിയേക്കാം. സഖ്യകക്ഷിയായ AJP-യുമായുള്ള സീറ്റ് തർക്കവും BJP-യെ പ്രതിരോധത്തിലാക്കുകയാണ്. ശിവസാഗർ സീറ്റിൽ AJP-യുടെ പ്രദീപ് ഹസാരികയെയും BJP-യുടെ കുശാൽ ഡൊവാരിയെയും നേർക്കുനേർ നിർത്തിയിരിക്കുകയാണ്. ഇത് കോൺഗ്രസ് പിന്തുണയോടെ മത്സരിക്കുന്ന റായ് ജോർദൾ തലവൻ അഖിൽ ഗൊഗോയ്ക്ക് ഗുണകരമായേക്കും. പുതിയതായിട്ട് രൂപീകരിച്ച ചമരിയ മണ്ഡലത്തിലും ഇരു പാർട്ടികളും തമ്മിൽ സൗഹൃദ മത്സരം നടക്കുന്നുണ്ട്. അതേസമയം ഈ വെല്ലുവിളികളെ BJP നേതൃത്വം തള്ളിക്കളയുകയുമാണ്. വലിയൊരു പാർട്ടി എന്ന നിലയിൽ പലർക്കും സീറ്റ് മോഹം ഉണ്ടാകുക എന്നത് സ്വാഭാവികമാണെന്നും അസംതൃപ്തിയുള്ളവർ വൈകാതെ പാർട്ടിയിലേക്ക് മടങ്ങിവരും എന്നാണ് BJP വക്താവ് രൂപം ഗോസ്വാമി പ്രതികരിച്ചത്. താഴെത്തട്ടിൽ അണികൾക്കിടയിലുണ്ടായ അമർഷം ഇത്ര എളുപ്പത്തിൽ പരിഹരിക്കാൻ ആകുന്നതല്ല. അധികാരം നിലനിർത്താനുള്ള നെട്ടോട്ടത്തിൽ സ്വന്തം കുടുംബത്തിലെ വിള്ളലുകൾ കാണാതെ പോകുന്നത് BJP-ക്കും CPM-നും ഒരുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വില നൽകേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല.